അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കാണ് ഫാഷൻ ആക്സസറീസിലെ ബെൽറ്റ്, ഗ്ലൗസ്, ബാഗ്സ് ആൻഡ് പേഴ്സസ്. അപ്പോൾ നമ്മൾ ഇപ്പം ഓൾറെഡി പറഞ്ഞിരുന്ന ആക്സസറീസ്, ഫസ്റ്റ് വൺ ഹെഡ് ഗിയർ പറഞ്ഞിരുന്നു. പിന്നെ പറഞ്ഞത് ഏതായിരുന്നു? നമ്മൾ ജ്വല്ലറി പറഞ്ഞ്, പിന്നെ വേറെ എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്? സ്കാർഫ് പറഞ്ഞു, ടൈ ആൻഡ് ബോ പറഞ്ഞു. അത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു. ഇനി റിമൈനിങ് ടോപ്പിക്സ് ഇനി ഇതും കൂടെ ഉള്ളൂ കേട്ടോ. ബെൽറ്റ്, ഗ്ലൗസ്, ബാഗ്സ് ആൻഡ് പേഴ്സസ്. അപ്പം നമുക്ക് ഓരോന്ന് നോക്കാം എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് നമ്മുടെ ടോപ്പിക്കാണ് ബെൽറ്റ്സ്. എന്താ ബെൽറ്റ് എന്താണെന്നറിയാലോ? നമ്മൾ യൂഷ്വലി വേസ്റ്റ് ലൈനിലാണ് ബെൽറ്റ് ഇടുന്നത് അല്ലേ? ജെൻസ് യൂസ് ചെയ്യുന്നുണ്ട്, ലേഡീസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം പല ടൈപ്പ് ബെൽറ്റുകളുണ്ട്. ലെതറിൻ്റെ ഉണ്ടാവും, ചിലപ്പം ക്യാൻവാസിൻ്റെ ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെറ്റീരിയൽസിലൊക്കെ ഉണ്ടാവും. ജീൻസിൻ്റെ ടൈപ്പുകളും ഒരുപാട് വെറൈറ്റിയിലുള്ള ബെൽറ്റുകൾ അവൈലബിളാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ട്രിപ്പാണ് അല്ലേ? ലെതർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ടൈപ്പ് സ്ട്രിപ്പ് പോലെയാണ് ഉണ്ടാവുക. അത് നമ്മൾ യൂഷ്വലി എവിടെ ഇടുക? വേസ്റ്റിൽ റൗണ്ട് ആക്കിയിട്ട് ഇടുക. എന്തിനാണ് നമ്മളത് അവിടെ ഇടുന്നത്? നമ്മൾ ക്ലോത്തിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലോത്തിനെ നമ്മൾ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വെപ്പൺസ് എന്തെങ്കിലും ആയുധങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ബെൽറ്റ് ഇടും. അതിനുള്ളിലൊക്കെ ആയിട്ടായിരിക്കും വെക്കുന്നത്. ഓക്കെ, അപ്പം ബെൽറ്റ് എന്ന് പറയുന്നത് ഫാഷൻ ആക്സസറിയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ബെൽറ്റ്. ജ്വല്ലറിയൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണത് ബെൽറ്റ്. നമ്മൾ ചില ഡ്രസ്സിന് ആ ബെൽറ്റൊക്കെ ഇടുമ്പം ആ ഒരു ഗാർമെൻറ്റിനെ കുറച്ചും കൂടെ ഭംഗി കൂട്ടുന്നുണ്ട് അല്ലേ? അപ്പം ചിലപ്പം വയേഴ്സ്, ലെതർ, എന്തൊക്കെയാണ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ നമുക്ക് ഡിഫറെൻറ്റ് മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എംബ്രോയ്ഡറി, സർദോസി ഒക്കെ വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ഒന്നും കൂടെ കൊടുക്കാൻ പറ്റും ബെൽറ്റുകളിൽ. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്താണ്? ബെൽറ്റിൽ സാധാരണ നമ്മൾ ടോപ്പ് സ്റ്റിച്ചിങ് കാണാം അല്ലേ? മുകളിൽ കൂടെ സ്റ്റിച്ച് കാണാം. എല്ലാ സ്റ്റിച്ച് ഉള്ളിലല്ല, പുറത്തുകൂടെ ഇങ്ങനെ നല്ല ഭംഗിയിൽ സ്റ്റിച്ചസ് കാണാം. ടോപ്പ് സ്റ്റിച്ചിങ് കൊടുത്തിട്ട് നീറ്റായിട്ട് ഉണ്ടാവും ആ എഡ്ജസൊക്കെ. പിന്നെയോ ചിലത് നമുക്ക് കാണാം ബീഡ്സ് പോലെയൊക്കെ ഹാങ് ചെയ്തിട്ടിട്ടുള്ള ടൈപ്പ് അല്ലേ? അത് സാധാരണ നമ്മൾ ജീൻസിൻ്റെ കൂടെ ഇടുന്നതല്ല. അല്ലാതെയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ചില ഗാർമെൻറ്റിൻ്റെ കൂടെ നമ്മൾ എങ്ങനത്തെ ഇടുക? ജ്വല്ലറി ടൈപ്പ് ബെൽറ്റ് അല്ലേ? ജ്വൽസൊക്കെ ഉള്ള ടൈപ്പ് ബെൽറ്റുകൾ ഉപയോഗിക്കും. ഇളകുന്ന, നന്നായിട്ട് കിലുങ്ങുന്ന പോലത്തെ ജിംഗ്ലിംഗ് ഒക്കെ ആയിട്ടുള്ള ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ബെൽറ്റുകൾ നമ്മൾ ചില കോസ്റ്റ്യൂമിൻ്റെ കൂടെ ഇടാറുണ്ട്. അപ്പം പല കളേഴ്സിലും നമുക്ക് അവൈലബിളാണ്. പിന്നെയോ പല മെറ്റീരിയലിലും അവൈലബിളാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡിസൈനാണിത്. ബെൽറ്റുകളുടെ പല ടൈപ്പുകളിലെ ബെൽറ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാണുന്നുണ്ടോ? ബക്കിളുള്ള ടൈപ്പ്. ഇവിടെ ഒരു ഇതുണ്ടാവുമല്ലോ, നമ്മളെ ചപ്പലിനൊക്കെ ഉള്ള പോലത്തെ ഒരു ബക്കിളുള്ള ടൈപ്പ്. ഇത് ഡബിൾ ബക്കിൾ, 2 ബക്കിളുണ്ട്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കാഷ്വൽ ബെൽറ്റുകൾ. അപ്പോൾ ഇങ്ങനെ വെറൈറ്റിയിൽ ബെൽറ്റുകൾ അവൈലബിളാണ്. നമുക്ക് പ്രാക്ടിക്കലിൽ ചെയ്യാനുണ്ട് കേട്ടോ ബെൽറ്റ്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ളപ്പം ഫാബ്രിക് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. നമ്മൾ സാധാരണ മിഡിയിൽ ഒക്കെ കാണാമല്ലോ, മിഡികളിലൊക്കെ ഫാബ്രിക് തന്നെ വെച്ചിട്ട് ഇതുപോലത്തെ ഒരു ബക്കിൾ പഴയ ഏതെങ്കിലും എടുത്താൽ മതിയാവും. എന്നിട്ട് നമുക്ക് ചെയ്യാം. അടുത്തതാണ് ഗ്ലൗസ്, ഹാൻഡ് ഗ്ലൗസ്. എന്തിനാണ് ഹാൻഡ് ഗ്ലൗസ് ഉപയോഗിക്കുന്നത്? ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്ത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും അല്ലേ? ഈവനിങ് പാർട്ടീസിലൊക്കെ കാണാറുണ്ട് അല്ലേ? നല്ല ടൈപ്പ് നെറ്റ് ടൈപ്പ് ഗ്ലൗസൊക്കെ ഇട്ടിട്ട്. പിന്നെ ഈ ക്രിസ്ത്യൻ വെഡ്ഡിങ്ങിന് കാണാം നല്ല വൈറ്റ് കളറിലുള്ള നെറ്റ് ടൈപ്പ് തന്നെ ഗ്ലൗസൊക്കെ ഇട്ടിട്ട്. അപ്പം നമ്മൾ ഗ്ലൗസ് പല ഒക്കേഷനിലും നമ്മൾ ഗ്ലൗസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പല ടൈപ്പ് ഗ്ലൗസുകളുണ്ട്. ചിലപ്പോൾ സർജിക്കൽ ഗ്ലൗസ് പോലെ ആയിരിക്കില്ല നമ്മളിപ്പം കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോഴുള്ള ഗ്ലൗസുകൾ വ്യത്യാസമുണ്ട്. ഓക്കെ, സർജിക്കൽ ഗ്ലൗസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ലാറ്റക്സ് ഗ്ലൗസ് ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ലാറ്റക്സ് ഗ്ലൗസ് സാധാരണ അത് ഡിസ്പോസിബിൾ ആയിരിക്കും. പക്ഷെ മറ്റേതോ നമുക്ക് പിന്നെ റീയൂസ് ചെയ്യാം അല്ലേ? നമ്മൾ മണ്ണൊക്കെ വാരിയിടുമ്പോൾ നമ്മൾ ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് കഴുകി വീണ്ടും ഉപയോഗിക്കാനും പറ്റും.
അപ്പം ഗ്ലൗസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാൻഡ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്ലൗസ് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് എങ്ങനെയാണ്, ഓരോ ഫിംഗേഴ്സും നമുക്ക് സെപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പണിങ്സും ഉണ്ടാവും ഉള്ളിൽ അല്ലേ. ചിലത് ഓപ്പണിംഗ് ഇല്ലാത്ത ടൈപ്പ് ഉണ്ട് കേട്ടോ. അത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഗ്ലൗസ് അല്ല. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് എല്ലാ ഫിംഗേഴ്സിനും സെപ്പറേറ്റ് ഓപ്പണിംഗ് ഉണ്ടാവും. പിന്നെ അത് പല ഇതിൽ കിട്ടും, ലെങ്ത്തിൽ കിട്ടും. നമുക്ക് റിസ്റ്റ് വരെ ഉള്ളതുണ്ടാവും, ചിലപ്പോൾ എൽബോ മുട്ട് വരെ ഉള്ളതുണ്ടാവും, ചിലപ്പോൾ ഫുൾ ലെങ്ത് ഏകദേശം ഒരു ഷോൾഡറിൻ്റെ കുറച്ച് താഴെയായിട്ട് ഈ അണ്ടർ ആമിൻ്റെ ഒക്കെ അവിടം വരെ വരുന്ന ടൈപ്പ് ഗ്ലൗസുകളും ഉണ്ട്. ടൈപ്സ് ഓഫ് ഗ്ലൗസ് കൊമേഴ്ഷ്യൽ ഇൻഡസ്ട്രികളിലൊക്കെ യൂസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, കുറച്ചും കൂടെ തിക്കായിട്ടുള്ള കട്ടിയുള്ള ടൈപ്പ് ആയിരിക്കും. പിന്നെ സ്പോർട്സ് ആൻഡ് റീക്രിയേഷൻ, സ്പോർട്സിനൊക്കെ കാണുന്നില്ലേ പ്രത്യേക തരത്തിലുള്ള ഗ്ലൗസുകൾ. ഓരോ സ്പോർട്സിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ക്രിക്കറ്റിൽ കാണാം അവർ ഹാൻഡ് ഗ്ലൗസ് പോലത്തെ ഇട്ടിട്ട് അല്ലേ, നല്ല കട്ടിയുള്ള ടൈപ്പുള്ള. പിന്നെ അല്ലാതെ തന്നെ ഒരുപാട് ഈ മഞ്ഞിൻ്റെ അവിടെയൊക്കെ ഉള്ളവർ ഈ ഡൈവിങ് പോലത്തെ ചെയ്യുന്ന സമയത്തൊക്കെ അവരുടെ കയ്യിൽ ഗ്ലൗസുകൾ ഉണ്ടാവും. അപ്പോൾ ഓരോ സ്പോർട്സിനനുസരിച്ച് ഗ്ലൗസുകൾ വ്യത്യാസപ്പെട്ടിരിക്കും. പിന്നെ ടച്ച് സ്ക്രീൻ്റെ ഒക്കെ തൊടുമ്പോൾ നമുക്ക് ചില ഗ്ലൗസുകൾ പറ്റില്ല, അപ്പോൾ അതിന് പറ്റുന്ന ഗ്ലൗസ് വേറെയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ടൈപ്പിൽ നമ്മൾ ഗ്ലൗസിന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുന്നത് ഏതാ, ഈവനിങ് ഗ്ലൗസുകൾ. ഈവനിങ് ഗ്ലൗസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാം, അവർ ഫോമൽ അല്ലെ സെമി ഫോമൽ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ എന്ത് ചെയ്യും, അവർ റിസ്റ്റ് വരെയോ അല്ലെ എൽബോ വരെയോ അല്ലെ ഫുൾ ലെങ്ത് വരെയോ ഒക്കെയുള്ള ഗ്ലൗസുകൾ ഇടും. അത് അവരുടെ ഒരു എന്താ പറയുക, ഒരു ഡ്രസ്സിൻ്റെ ഒരു ഭാഗമാണ് ആ ഗ്ലൗസ്. പ്രത്യേകമായിട്ട് ഇടുന്നതല്ല, അവർ യൂഷ്വലി ഇടുന്നതാണ്. അങ്ങനെ ഫങ്ഷനിലൊക്കെ അവർ അങ്ങനെ ഇട്ടിട്ടായിരിക്കും പോകുന്നത്. പിന്നെ ഫിംഗർലെസ് ഗ്ലൗസ്, അതായത് ഫിംഗേഴ്സ് കവർ ചെയ്യാണ്ട് നമ്മളെ പാം വരെ, കൈപ്പത്തി വരെയുള്ള ഭാഗം കവർ ചെയ്തിട്ട് ഫിംഗേഴ്സ് ഇല്ലാതെ ഉണ്ടാവും ഫിംഗർലെസ് ഗ്ലൗസുകൾ. അപ്പോൾ ലെതർ ഫിംഗർലെസ് ഗ്ലൗസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഹാൻഡ് ഗ്ലൗസ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ കോട്ടൺ, സിൽക്ക്, ലെതർ, വൂള് അല്ലെങ്കിൽ നിറ്റഡ് ഫാബ്രിക്, സ്ട്രെച്ച് ചെയ്യുന്ന അറിയാമല്ലോ, അങ്ങനത്തെ ടൈപ്പിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ചിലതിന് സിബൊക്കെ വെച്ചിട്ടുണ്ടാവും, വെൽക്രോ ഒട്ടിക്കുന്ന പോലെയൊക്കെ ആക്കിയിട്ടൊക്കെ ക്ലോസ് ചെയ്യാൻ പറ്റും ആ സൈഡുകൾ. പിന്നെ അപ്പോൾ നമുക്കിത് പ്രാക്ടിക്കലി ചെയ്യാനുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് എളുപ്പമാണ്, ഗ്ലൗസൊക്കെ ചെയ്യാനൊരു പണിയുമില്ല. ഏതെങ്കിലും ബനിയൻ ക്ലോത്ത് പോലത്തെ മെറ്റീരിയൽ ആണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ പഴയ ലെഗിൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡ് ഗ്ലൗസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഫിംഗർലെസ്. കണ്ടോ, ഫിംഗേഴ്സ് ഉണ്ടാവില്ല, ഏകദേശം നമ്മളെ പാമ്പിൻ്റെ ഈ ഒരു ലെങ്ത്ത് വരെ ഉണ്ടാവുള്ളൂ, ഫിംഗറിൻ്റെ പകുതി വരെ. ബാക്കിയുള്ള ഭാഗത്ത് ഓപ്പൺ ആയിരിക്കും, വിരലുകൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കാണാൻ പറ്റും. ഇതൊക്കെ പല ടൈപ്പ് ഗ്ലൗസുകളാണ് കേട്ടോ. പിന്നെ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്നുണ്ടാവും, പല ടൈപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണിത്. അപ്പോൾ നമ്മുടെ ഗ്ലൗസിനെ പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞത്, ഫസ്റ്റ് പറഞ്ഞ ബെൽറ്റുകൾ. ഇനി മൂന്നാമത്തെയാണ് ബാഗ്സ് ആൻഡ് പേഴ്സസ്. പേഴ്സും ബാഗും, രണ്ട് കാറ്റഗറിയും സെപ്പറേറ്റ് ചെയ്യുന്നില്ല, ഒരുമിച്ച് തന്നെയാണ് നോട്ട്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പല ടൈപ്പ് ബാഗുകളുണ്ട് അല്ലേ. ബാക്ക് പാക്ക്, സാധാരണ കേൾക്കുന്നതാണ് ബാക്ക് പാക്ക്. നമ്മൾ ഈ സാധാരണ യൂസ് ചെയ്യുന്നത് അല്ലേ, കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്നതാണിത്. അത് രണ്ട് ഷോൾഡർ ഓയിലും സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇടുക, രണ്ട് ഹാൻഡിലുണ്ടാവും പുറകിൽ. പിന്നെയോ ബാക്കിലാണ് അത് കിടക്കുക ഇട്ട് കഴിഞ്ഞാൽ. നിങ്ങൾക്ക് അറിയുന്ന ബാക്ക് പാക്ക്. ബാഗറ്റ് എന്ന് പറഞ്ഞാൽ ഇതെന്താണ്, വീതി കൂടുതലായിരിക്കും, ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് വീതി ഉണ്ടാവും, പക്ഷേ ഈ ഹൈറ്റ് കുറവായിരിക്കും, ഈ ടോപ്പ് ഹൈറ്റ് കുറവായിരിക്കും, ഇവിടെ മുതൽ ഇവിടം വരെ. അതിനാണ് ബാഗറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ബാരൽ. ബാരൽ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ, ബാരൽ എന്ന് പറഞ്ഞാൽ ഒരു വീപ്പയുടെ ഒരു ഷേപ്പ് പോലെ ഉണ്ട്, കണ്ടോ, ഒരു സിലിണ്ടറിക്കലായിരിക്കും, ഒരു ബാരലിൻ്റെ ഒരു ഷേപ്പിൽ കിടക്കുന്നതിനാണ് നമ്മൾ ബാരൽ എന്ന് പറയാം. ഓക്കെ, അടുത്തതോ ബക്കറ്റ്. ബക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബക്കറ്റ് ഷേപ്പിൽ, കുറച്ച് മുകളിലാണ് ഓപ്പണിംഗ് ഉണ്ടാവുക. പിന്നെയോ ഒരു ഷോൾഡർ സ്ട്രാപ്പ് ഉണ്ടാവും, ഷോൾഡർ സ്ട്രാപ്പ് കാണുന്നുണ്ടോ, ഇതിനെയാണ് നമ്മൾ ബക്കറ്റ് എന്ന് പറയുന്നത്. പിന്നെ ക്ലച്ച്, നമ്മൾ സാധാരണ കാണുന്ന അല്ലേ, സൈഡ് ബാഗൊക്കെ ഇടുമല്ലോ നമ്മൾ എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇടുന്ന, അധികം വലിപ്പമൊന്നും ഇല്ലാത്തതിനാണ് നമ്മൾ ക്ലച്ച് എന്ന് പറയുന്നത്. അതൊരു ഷേപ്പ് ഉണ്ട് അല്ലേ, ഒരു ലെറ്ററിൻ്റെ ഒക്കെ ഒരു കവറിങ്, എൻവലപ്പ് പോലെ കവറുണ്ടല്ലോ സാധാരണ എൻവലപ്പ്,
കവർ ഓപ്പൺ ചെയ്യുന്ന പോലെ ആയിരിക്കും ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലൊരു പൗച്ച് മാത്രമൊക്കെ ആയിട്ട് ഒരു സെക്ഷനേ ഉണ്ടാവുള്ളൂ, കുറേ സെക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തേനാണ് നമ്മൾ ക്ലച്ച് എന്ന് പറയാം. റെക്റ്റാങ്കുലർ ഷേപ്പിലായിരിക്കും, കണ്ടോ, റെക്റ്റാങ്കുലർ ഷേപ്പിലായിരിക്കും, ഒരു ലെറ്ററൊക്കെ പോലെ ഒരു ഷേപ്പ്. പിന്നെ ഡോക്ടർ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ ഡോക്ടേഴ്സൊക്കെ ഒരു ബാഗുമായിട്ടാണ് പോവുക അല്ലേ. അപ്പോൾ ഇത് റൗണ്ടായിരിക്കും സൈഡുകൾ, പക്ഷെ അടിയിൽ നല്ല ബോട്ടം നല്ല ഫ്ലാറ്റ് ആയിട്ടിരിക്കും. ഓക്കെ, ഒരു മെറ്റൽ ഫ്രെയിമുള്ള ഇത് ഹാൻഡിൽസും ഉണ്ടാവും. അടുത്തത് ഡഫൽ എന്ന് പറഞ്ഞാൽ സ്പോർട്സ് പേഴ്സണൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പാണ് ഡഫൽ എന്ന് പറഞ്ഞാൽ, സെയിലേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ഡഫൽ. പിന്നെ ഫ്ലാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ ഒരു സാധനം ഓപ്പൺ ചെയ്തിട്ട് ഉള്ളിലേക്ക് ഇടുന്നു അല്ലേ, ഒരു ഫോൾഡിങ് ആണ് ഇത്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കവർ ചെയ്തിടുക, നമ്മൾ ഓപ്പണിങ്ങിൻ്റെ ഭാഗം കവർ ചെയ്തിടുന്നതിനാണ് ഫ്ലാപ്പിൻ്റെ ഒരു ക്ലോഷർ ഉണ്ടാവും. ഇത് നമ്മൾ സാധാരണ ഫ്ലൂയിഡ് സമ്മർ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സമ്മർ വെയർ ഒക്കെ ഫ്രോക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഡ്രസ്സിൻ്റെ കൂടെ ഇട്ട് നടക്കുന്നതാണ് എന്ത്, ഫ്ലാപ്പ്. പിന്നത്തേത് ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഒരു റെക്റ്റാങ്കുലർ സ്റ്റിഫായിട്ടുള്ളൊരു ഫ്രെയിം വെച്ചിട്ട് ഉള്ള ഒരു പേഴ്സാണിത്, മണി പേഴ്സാണ്. ജസ്റ്റ് പേരുകളെല്ലാം മനസ്സിലാക്കി വെക്കുക കേട്ടോ, ഏതിനാ ഉപയോഗിക്കുന്നതെന്നും കൂടെ. ഇതാണ് ഹോബോ, അതൊരു വലിയൊരു ബാഗാണ് അല്ലേ, ഷോൾഡർ ബാഗാണ്. പക്ഷെ അതൊരു എന്താ പറയുക, ഇവിടെ ചിലപ്പോൾ ഇവിടെ ഒരു പ്രസ് ബട്ടൺ പോലത്തെ ഒരു സാധനം ഈ സൈഡിലുണ്ടാവും, സ്നാപ്പ് ബട്ടൺ. ചിലപ്പം അത് പ്രസ് ചെയ്ത് ഇങ്ങനെ ഇടും, എന്നിട്ടോ നടുക്കൂടെ സിബുകൾ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഹോബോ. പിന്നെ മെസ്സഞ്ചർ എന്ന് പറഞ്ഞാൽ ഇത് ചെറിയൊരു അല്ലേ, ചെറുതായിട്ടുള്ളൊരു മെസ്സഞ്ചർ കൊണ്ടുപോകുന്ന പോലത്തെ ഒരു ബാഗായിരിക്കും. ലോങ് സ്ട്രാപ്പായിരിക്കും, നല്ല നീളമുള്ള സ്ട്രാപ്പായിരിക്കും. നമ്മൾ സാധാരണ എക്രോസ് ആയിട്ട് നമ്മൾ ചെസ്റ്റ് വഴി ഇങ്ങനെ ഇടുന്ന ടൈപ്പ് ബാഗുകളുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ മെസ്സഞ്ചർ എന്ന് പറയുക. കുട്ടികളൊക്കെ ഇപ്പം സാധാരണ യൂസ് ചെയ്യുന്നതാണ് അല്ലേ മെസ്സഞ്ചർ ബാഗ്സ്. പിന്നെ മിനിയോഡിയർ എന്ന് പറഞ്ഞാൽ ഇതും നമ്മളൊരു ക്ലച്ച് പോലെ തന്നെ ഉണ്ട് അല്ലേ, കാണാൻ ഏകദേശം ഒരു ക്ലച്ച് പോലെ തന്നെ ഉണ്ട്. അപ്പം നല്ല കട്ടിയുള്ളതായിരിക്കും ഈ പുറം ഭാഗമൊക്കെ. അപ്പോൾ ഇത് ചിലപ്പം ബീഡ്സ് സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ടാവും. അങ്ങനത്തെയാണ് നമ്മൾ മിനിയേഡർ എന്ന് പറയുന്നത്. പിന്നെ ക്വിൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ ഒരു ലെയർ സ്പോഞ്ച് പിന്നെ രണ്ട് അപ്പുറം ഇപ്പുറത്തതും മെറ്റീരിയൽ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യും, എന്നിട്ട് നമ്മൾ അതിന് കൂടെ പുറത്തൂടെ സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുക, പുറത്തൂടെ ടോപ്പ് സ്റ്റിച്ചിങ് ഉണ്ടാവും, പക്ഷേ മറ്റേ സൈഡൊക്കെ തൊടുമ്പോൾ സ്പോഞ്ചി ആയിരിക്കും ഈ ഉള്ളിലത്തെ ഭാഗം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ക്വിൽറ്റിങ് ചെയ്യുന്ന പോലെ, ക്വിൽറ്റിങ് ഇങ്ങനെയാണ് ചെയ്യുക. അപ്പം ഇതിൻ്റെ ഡിസൈൻ കണ്ട് ഒരു ഡയമണ്ട് ഷേപ്പിലേക്ക് ഇത് കൊണ്ടുവന്നു, ക്വിൽറ്റിങ് ചെയ്തിരിക്കുന്ന പോലത്തെയാണ് ക്വിൽറ്റഡ്. പിന്നെ സാഡിൽ എന്ന് പറഞ്ഞാൽ ഇത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം എന്തെങ്കിലും ചുമട് എടുക്കുന്ന മൃഗങ്ങളുടെ മേളിലൊക്കെ വെച്ച് കുതിരയുടെയൊക്കെ പുറത്ത് ഒട്ടകത്തിൻ്റെയൊക്കെ പുറത്ത് വയ്ക്കുന്ന ടൈപ്പ് ഒരു ബാഗുണ്ട്. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മേളിൽ നിന്ന് ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് ഹാങ് ചെയ്തിട്ടുണ്ടാവും, രണ്ട് സൈഡിൽ നമുക്ക് സാധനങ്ങൾ ഇങ്ങനെ വയ്ക്കാൻ പറ്റും. അതാണ് സാഡിൽസ് എന്ന് പറയുന്നത്. ഇവരുടെ യൂഷ്വൽ എന്താ പറയുക കാഷ്വൽ യൂസിന് ഉപയോഗിക്കുന്ന ടൈപ്പാണ് സാഡിൽ. പിന്നെ സാഷിൽ ഇത് പറഞ്ഞാൽ നമ്മൾ സാധാരണ മുകളിലായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്, പിന്നെ ഹാൻഡിലുണ്ടാവും, പിന്നെ ഒരു ഷോൾഡർ സ്ട്രാപ്പ് ഉണ്ട്. ഇതൊരു സ്കൂൾ ബാഗ്, വിൻറ്റേജ് സ്കൂൾ ബാഗ്സ് പോലത്തെയാണിത് സാഷൽ. പിന്നെ ഷോപ്പർ, സാധാരണ നമ്മൾ ബിഗ് ഷോപ്പർ എന്നൊക്കെ പറയുന്ന പോലത്തെ ഷോപ്പർ, ഒറ്റ ഹാൻഡിലേ ഉള്ളൂ, വൺ ഹാൻഡിൽ, റെക്റ്റാങ്കുലർ ഷേപ്പിൽ. പിന്നെ ടോട്ട് സാധാരണ നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നത്, നമ്മൾ സാധാരണ ജൂട്ടിൻ്റെ ബാഗുകളൊക്കെ കാണൂലേ, ഒറ്റൊരു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റൊരു പൗച്ചേ ഉണ്ടാവുള്ളൂ, കുറേ പാർട്ടീഷൻസ് ഒന്നും ഉണ്ടാവില്ല, ഒറ്റൊരു കള്ളിയായിട്ട് ഉള്ളതാണ് ടോട്ട്. ഈ ഷേപ്പാണ് ഉണ്ടാവുക, കുറച്ച് വലുപ്പം ഉണ്ടാവും, ചെറിയൊരു സ്ട്രാപ്പ് ഉണ്ടാവും. ഇതാണ് ടോട്ട്. പിന്നെ ക്ലച്ചിൻ്റെ പോലെ തന്നെയാണ് ഏത് റിസ്ലെറ്റ് പറയുന്നത്, ക്ലച്ച് ഷേപ്പ് തന്നെയാണ്. പിന്നെ ഒരു വലിയൊരു മെറ്റലിൻ്റെ ഒരു സ്ട്രാപ്പ് ഉണ്ടാവും. അത് ചിലപ്പോൾ നമുക്കിത് റിമൂവ് ചെയ്തിട്ട് പേഴ്സ് പോലെയും യൂസ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇത്രയാണ് ബാഗുകൾ. അപ്പോൾ ഏതൊക്കെ ബാഗാണ് അതിൻ്റെ ഷേപ്പുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ബാഗ് നമുക്ക് ചെയ്യാനുണ്ട്. സിമ്പിളായിട്ടുള്ള ഏതെങ്കിലും ക്ലോത്ത് ബാഗ് നമുക്ക് ചെയ്യാം. ഓക്കെ. ഇത് കുറച്ച് ബെൽറ്റിൻ്റെ പിക്ചേഴ്സാണ്. താങ്ക് യു.